ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ വേൾഡ്. എന്തൊക്കെ എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ സുഖമാണ്, അൽഹംദുലില്ലാ, കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഇന്നിതാ ഞാൻ ഒരു ചെറിയൊരു ഈവനിങ് വ്ളോഗ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ചിക്കൻ്റെ റെസിപ്പിയൊക്കെ ആയിട്ടാണ് ഇത്. മോനെ ഞാൻ കുറച്ച് സമയം ഇങ്ങനെ വെയിൽ കാണിക്കലുണ്ട്, അതാണ് കേട്ടോ അവനെ വെയിലിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മേലൊക്കെ കഴുകിയിട്ട് അവനെ ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് സമയം അവൻ ഉറങ്ങിക്കഴിഞ്ഞാലല്ലേ എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. ഒക്കെ വരുമ്പോഴത്തേനും ഓരോന്നോരോന്ന് നമുക്ക് ഓർഡറിൽ അല്ലെങ്കിൽ ഒന്ന് കഴിഞ്ഞാൽ ഒന്നൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. തനിച്ച് ഉള്ളതാവുമ്പോഴേ ഇവരെയൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടൊക്കെ തന്നെയല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഞാനിന്നൊരു ചിക്കൻ്റെ റെസിപ്പിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. ക്യാപ്സിക്കം ഞാൻ 3 കളറിലുള്ള ക്യാപ്സിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മല്ലിച്ചപ്പ്, പുതിന, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടുള്ളതും, പിന്നെ ഒരു മാഗി ക്യൂബ്, അതുപോലെ പച്ചമുളകും കൂടെ ഞാൻ അതിൽ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മന്തി മസാല ഉണ്ടല്ലോ, മന്തി മസാലയും കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഉപ്പ്, മാഗി ക്യൂബ് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ നമ്മളുടെ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വേണ്ടത് മറ്റേ നമ്മുടെ കുരുമുളക് പൊടി ഉണ്ടല്ലോ, അത് വേണം കേട്ടോ. പിന്നെ അതിലേക്ക് ഗരം മസാല വേണമെന്നുണ്ടെങ്കിൽ ഇടാം, പക്ഷെ ഞാൻ ഇട്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇത് ഓയിലിൽ ആണ് കേട്ടോ, നന്നായിട്ട് ഞെരടിയിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അത്യാവശ്യം ഓയിൽ നമ്മുടെ എന്തൊരു റെസിപ്പി ആണെങ്കിലും അതിലേക്ക് നമ്മളതായിട്ടുള്ളൊരു മാറ്റം വരുത്തുമല്ലോ, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഞെരടി എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ചിക്കന് ക്ലീൻ ചെയ്തിട്ട്, ഇത് ഫുൾ ചിക്കനിലാണ് കേട്ടോ ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഞാനത് കട്ട് ചെയ്തിട്ടുണ്ട് ചിക്കന്. അതുപോലെ തന്നെ അതിന് കട്ടി കുറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് വരയൊക്കെ ഇട്ടിട്ട് അങ്ങനെ കേട്ടോ. എന്നിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതും നമ്മുടെ ഞാനിതിങ്ങനെ കട്ടി കുറച്ചതിനെ കൊണ്ട് എന്താണെന്ന് വെച്ചാൽ, കട്ടി കുറക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ചിക്കനല്ല എടുത്തിട്ടുള്ളത്, ഞാൻ പീസാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. എന്നാൽ പിന്നെ പെട്ടെന്ന് കുക്കാവുമല്ലോ, ഫുൾ ചിക്കൻ ആകുമ്പോൾ ചില ഭാഗങ്ങളൊന്നും റെഡി ആയില്ലെങ്കിലും ഒന്നൊക്കെ കരുതിയിട്ടാട്ടോ. എന്നിട്ട് ഒരു 2 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് അത് നമ്മുടെ ഇതിനനുസരിച്ചിട്ട് കേട്ടോ. ചിക്കന് അങ്ങനെ ഫുള്ളായിട്ടാണെന്നുണ്ടെങ്കിൽ 2 മണിക്കൂറൊക്കെ, ഞാൻ ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓയിലൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ഞാൻ ആദ്യം ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയമൊക്കെ വേവിച്ചെടുത്തിട്ട് പിന്നെ അത് തുറന്ന് വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ അത് അത്രയും ഓയിൽ അതിൽ നിന്ന് ഇറങ്ങി. പിന്നെ ക്യാപ്സിക്കനും അങ്ങനത്തെ ഇതിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങുമല്ലോ, അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഇതിൽ കാണണത്. അപ്പോൾ അത് കുറച്ച് സമയം അങ്ങനെ അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള ഗ്രേവിയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടും മറിച്ചിട്ടിട്ടും അങ്ങനെയൊക്കെ ഞാൻ അത് കുക്ക് ചെയ്യണതാണ്. അപ്പോൾ അത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അധികം ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഒരുപാട് ഉള്ളി അരിയുക ഒന്നും വേണ്ട. അതിലേക്ക് കുബൂസ് എടുക്കാം. പിന്നെ റൈസിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മന്തി അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് സൈഡായിട്ട് അങ്ങനെ നെയ്ച്ചോറ് അങ്ങനെയൊക്കെ ഞാൻ ഇക്കൻ്റെ അടുത്ത് കുബൂസ് എടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇക്ക പൊറാട്ടയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ, നമ്മുടെ കാഷ്യൂനട്ട് അരച്ചിട്ടുള്ളത് ആണ് ഇതിലേക്ക് ലാസ്റ്റായിട്ട് ചേർക്കാനുള്ളത്. ഇതും കൂടി ആവുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മന്തി മസാലയും കൂടെ ഇടുമ്പോൾ അത് വേറൊരു എന്താ പറയുക, വേറൊരു ഫ്ലേവറായിട്ടാണ് കേട്ടോ ഇത് വരുന്നത്. നല്ല അടിപൊളിയാണ് സംഭവം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. എനിക്കിത് ഉണ്ടാക്കുമ്പോൾ എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതാണ് സംഭവം എന്നുള്ളത്. ഞാൻ കുബൂസ് കൊണ്ടുവരണമെന്ന് മാത്രമേ പറഞ്ഞുള്ളായിരുന്നു. അപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം ഒരുവിധ കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് സർപ്രൈസായിട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല, കാരണം ഇക്കത് കഴിച്ചില്ലെങ്കിലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ അങ്ങനെ അതാ ഇക്ക വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താവും എന്നുള്ളത്. എന്താ പരിപാടി?
പറുദീസ ചിക്കൻ. പറുദീസ ചിക്കൻ സ്മെല്ലാണത്. പടച്ചോനെ, ഞാൻ അവിടെ നല്ല ബീഫ് ചില്ലിയും ചിക്കൻ ചില്ലിയും ഒന്നും വാങ്ങാതെ പോന്നതാണ് ഇവിടെ. അല്ല, സംഗതി നന്നാവും, പക്ഷെ വായിലൊക്കെ കൊള്ളുമെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഞാനതെ ഓന് ഇച്ചുവാ രണ്ട് പൊറോട്ട, ഒന്നൂടെ ചിക്കൻ പറുദീസ. പൂരികൾ ആരെങ്കിലും ഉണ്ടോ? സൂപ്പറായിട്ടൊക്കെ പറുദീസ ചിക്കൻ വിത്ത് പൊറോട്ട സ്ലൈസ്. അടിപൊളി രസമുണ്ട്. ഞങ്ങൾ വെറുതെ പറയുന്നു. മമ്മ തന്നോട്ടോ, ഫസ്റ്റത്തെ പപ്പ തരാം. സാധനമുണ്ട് പറയാ. എല്ലാ ഭക്ഷണം പറഞ്ഞോ. ഞങ്ങളോട് നോക്കിയിട്ട് മതി എന്ന് പറഞ്ഞത്. ദോശയാണെങ്കിലും നെയ്റോസ്റ്റ് ആണെങ്കിലും മസാല ദോശ ആണെങ്കിലും അരി അല്ല ചോറ് കൂടിയതാണ്, അടി പിടിച്ചു. അതെന്താ മയോണൈസും കൊടുക്കഴിഞ്ഞു. രസം കൊണ്ടേ ചിക്കനുണ്ട്. പറയുന്നത് ഇഷ്ടമായില്ലോ. സത്യം ഇഷ്ടമായില്ലോ. മടമടാന്ന് തിന്നുന്നു. മകനെ പേടിച്ചാ തിന്നത്. അങ്ങനെ നമ്മള് ജീവിതകാലം മൊത്തം കേട്ടോ അടിച്ചോ. നാളെ തൊട്ടിട്ട് കൊണ്ടുവരാം. രസമില്ലാതെ തിന്നുരാന്ന് പറഞ്ഞു. പക്ഷെ ഇതെന്തായാലും പൊളിച്ചു. ഈ എന്താ രസിച്ചത് തിന്നെ വേണം. അല്ല, ഏത് മാത്രല്ല, ഇതാണ് ഞാൻ അഭിപ്രായം പറയാൻ. കിച്ചൻ കൂട്ടിട്ടതാണ്. എന്ത് മാറ്റാ? ഇത് വേണ്ടേ? കുക്കിങ്ങിന്റെ ആൾക്കാര് ഒന്ന് കണ്ടോളി. നെയ്റോസ്റ്റും പൊറാട്ടയും വാങ്ങി വന്നിട്ടാണ്. ചിക്കൻ പറുദീസ നിങ്ങളെന്തേ മിഞ്ഞാന്ന് കഴിച്ചപ്പോ പറഞ്ഞു ഇതെപ്പോഴും പ്രതീക്ഷിക്കരുത്. എന്താ അവസ്ഥ? നിങ്ങളെന്താ പറഞ്ഞത്? സഹിച്ച് തിന്നാണ്. ഇതാണ് മമ്മ ഉണ്ടാക്കിയ ആറോ നമ്പർ. ഇതൊക്കെ 66ആണല്ലോ. കുക്കിംഗ് ഞാൻ കൊണ്ടുപോയി കേക്ക് ഉണ്ട് കേട്ടോ. താത്ത ഉണ്ടാക്കലുണ്ട്. താത്തനോട് ചോദിക്കണം വെട്ട് കേക്ക് എങ്ങനെയാണ്. റവ വെച്ചിട്ടല്ലേ? ഒരു കവറുണ്ടോ? ആ പല്ലിന്റെ അത്ര തിന്നാൻ പറ്റൂടാ. പല്ല് പോലെ തിന്നാണേ. മെന്റലി തകർക്കല്ലേ. രസമുണ്ടോ? അടിപൊളിയാ. കൈയൊക്കെ ഞാൻ മൈലാഞ്ചി ഇട്ടാന്ന് വിചാരിച്ചു. ആൾക്കാരുണ്ടാവും. ഇവിടെ വരല് ഈ 2 പേരില് ഗ്ലൗസും ഉണ്ടോ? ഗ്ലൗസ് ഇവിടെ ഉണ്ട്. എനിക്ക് അതിൻ്റെ ഉള്ളില് ഇപ്പൊ ഇങ്ങനെ ഇറച്ചി വന്ന ആ ഒരു ഇതല്ലേ, അപ്പൊ അതൊന്നും ഉണങ്ങണ വരെ ഭയങ്കര ഇറിറ്റേഷൻ. 2 കൈയും. ഞാനും പേസ്റ്റ് ഞാൻ ബാക്കി എടുത്ത് വെച്ചേക്കാണ്. എന്തെന്നോ ഇത് കുറച്ചും കൂടി ചെയ്യാൻ. ഇത് കുറച്ച് കട്ടി കൂടുമ്പോഴാണ് പൊട്ടിത്തെറിക്കണത്. ബിഗ് ബോസ് ഫസ്റ്റ് സീസണിലേ പേളിമാണിയും സാബുമോനും കിച്ചണിൽ നോക്കുമ്പോ പൊട്ടിത്തെറിക്കണില്ലേ.
ഞങ്ങളെ അമ്മായിന്റെ കുട്ടി ബിഗ് ബോസ് എനിക്ക് ബിഗ് ബോസ് ഇപ്പൊ കണ്ടിട്ട് കേക്ക് വെക്കാൻ മറന്നു കായ് കഴിക്കുന്നു ഇഷ്ടായില്ലേ കേക്ക് ബർത്ത്ഡേ കേക്ക് വിചാരിച്ച് ഇതേ പറഞ്ഞാണ് കിട്ട കേക്ക് എന്ത് എല്ലായിടത്തും ഓയിലിന് ചേഞ്ച് ഉണ്ടാവേ അതിനല്ലേ പറഞ്ഞു പല്ലിട്ടാണ് പപ്പ കച്ചമിച്ചിട്ട് വായിച്ച ചേട്ടേ രസമുണ്ടോ മുട്ടയൊക്കെ കൊട്ടിട്ടുണ്ടല്ലോ പൊരിച്ച കോഴിനെ പറപ്പിക്കുന്ന ആൾക്കാരൊക്കെ പക്ഷേ പുഴുങ്ങിയ കോഴിനെ കൊണ്ട് മുട്ടൊടിപ്പിക്കണം അത് പുഴുങ്ങിയ മുട്ടൊടിപ്പിക്കുന്ന ആൾക്കാരാണ് അവിടെ കാണാൻ ഷാൻ അല്ല നിങ്ങളല്ലേ അന്ന് കഷ്ടപ്പെട്ട് തിന്നതാണെന്നൊക്കെ പറഞ്ഞിരുന്നത് ഷാനേ എടാ ബിനുവാ വായോ നിങ്ങള് പറഞ്ഞില്ല 8ാം ലോകം അത്ഭുതം പുഴുങ്ങിയ കോഴിനെ കൊണ്ട് മുട്ടടിപ്പിക്കാം അതിലൊരു മുട്ടയും കൂടി ഉണ്ട് അതിന്റെ ഉള്ളില് ബാക്കിയൊന്നും അതിന്റെ ഉള്ളിലൊക്കെ പോണില്ല ഓഹോ അപ്പൊ ഒരു മുട്ട ഇടാൻ മറന്ന കോഴിനെയാണ് ഇപ്പൊ പുഴുങ്ങി വെച്ചിരിക്കുന്നത് അർത്ഥം ഷാനെ എനിക്ക് ഇത്ര അറിയണ്ടുള്ളൂ നല്ല രസമുണ്ട് എന്നാ കഴിക്കാം പിന്നെ ഷാനെ ഞാൻ പിന്നെ നോൺ വെജ് കേട്ടോ ഇന്ന് എന്നും ഓലോടെ ചോറ് ബാലൻസ് ഉണ്ട് ആണോ ചിക്കനും പൊറാട്ടയോ ടേസ്റ്റ് കുഴപ്പമുണ്ടോ നല്ല രസം നല്ല മസാലയാണ് ക്യാഷ് നട്ടാണേ ഒന്നും നോക്കിയില്ല കായ് ഇറങ്ങി പറഞ്ഞ മാതിരിയാണ് നിങ്ങൾക്കിത് പുച്ചേക്കാരാണ് പക്ഷെ ഇത് പോയി വാങ്ങുമ്പോ എത്ര അറിയോ എന്റെ അപ്പാന്റെ പേര് ഉസ്മാന്നല്ല ലീക്കൂലെന്നല്ല എന്തിനങ്ങനെ അങ്ങനെ പറയുന്നു ആ ടെലിഫിലിമില്ല ഇതിപ്പോ തോന്നുന്നു ചൂണ്ട വരച്ച മല